എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 270 മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം നോക്കാം. എ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 12 centimeters ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു 27 സ്മോൾ സ്ഫിയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ഈച്ച് സ്മോൾ സ്ഫിയർ? അപ്പോൾ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ഫിയർ അല്ലേ, അതായത് ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഫിയർ, അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ റഫായിട്ട് ഒരു സ്ഫിയർ വരച്ചു അല്ലെ, ഒരു ഗോളം വരയ്ക്കുക, അതിൻ്റെ റേഡിയസ് നമ്മൾ അതിൽ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ഉരുക്കിയിട്ട് റീകാസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തു? 27 ചെറിയ സ്ഫിയറുകൾ ഉണ്ടാക്കി. ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്, 27 ഉണ്ടാക്കി. ഒരേ വലിപ്പത്തിലുള്ള 27 ചെറിയ സ്ഫിയറുകൾ അല്ലെ, ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കി. ഇത് ഉരുക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സ്ഫിയറിന്റെ റേഡിയസ് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. നമ്മൾ പല ചോദ്യങ്ങളും ചെയ്തു. ഇതുപോലെ ഉരുക്കി കഴിഞ്ഞാൽ രണ്ടിന്റെയും വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താം. അപ്പൊ നമുക്കറിയാം, ഈ 27 ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തവും ഇതിന്റെ വ്യാപ്തം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് എത്ര എണ്ണം? 27 അല്ലെ. ഇവിടെ നമുക്ക് 27 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ 27 സ്മോൾ സ്പിയേഴ്സ്. ഇതിന്റെ വോളിയം എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ വലിയ സ്ഫിയറിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ വോളിയം ഓഫ് ലാർജ് സ്ഫിയർ. മനസ്സിലായല്ലോ. അപ്പൊ 27 ചെറിയ ഈ ഗോളങ്ങളുടെ വ്യാപ്തവും ഇതിന്റെ വ്യാപ്തവും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി വോളിയം ഓഫ് 27 സ്മോൾ സ്ഫിയർ അല്ലെ. അപ്പൊ 27 ചെറിയ ഗോളങ്ങളുടെ വ്യാപ്തം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ചെറിയ അല്ലെ, ഗോളത്തിന്റെ വ്യാപ്തം നമുക്കറിയാം 4/3 പൈ ആർ ക്യൂബ് അല്ലെ. 4/3 പൈ ആർ ക്യൂബ് ആണ് ഒരെണ്ണത്തിന്റെ, ഒരു ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 27 ഉണ്ട് അല്ലെ. 27. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും അല്ലെ. 4/3 പൈ ഇൻറ്റു, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആർ കൊടുക്കാം അല്ലെ. ഇത് സ്മോൾ ആർ കൊടുത്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ ക്യൂബ്. അതായത് ഇവിടെ നോക്കിയാൽ 4/3 പൈ, ഇത് ആറ്, ഇതിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പൈ ഇൻറ്റു പൈ ആർ ക്യൂബ് അല്ലെ ഇൻറ്റു 27 സീക്വൽ ടു എന്ത് വരും? 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ്. ഇതിന്റെ ആർ നമുക്കറിയാം 12 അല്ലെ. അപ്പോൾ 12 ഇൻറ്റു 12 ഇൻറ്റു 12. ഇവിടെ നോക്കിയേ, കോമൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. 4/3 പൈ ഇവിടെ ഉണ്ട്, 4/3 പൈ ഇവിടെ ഉണ്ട് അല്ലെ. നമുക്ക് അതിനെ രണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളയാലോ. 4/3 പോയി, പൈയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? ആർ ക്യൂബ് ഇൻറ്റു 27 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 12 ഇൻറ്റു 12 അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ ക്യൂബ് എന്ത് വരും? ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഉള്ളത് 12 ഇൻറ്റു 12 ഇൻറ്റു 12, ഈ 27 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 27. നോക്കിയാൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ 27 എത്ര 3 ഉണ്ട്? 9 3, 12 4 3 അല്ലെ. ഇനി നോക്കിയാൽ 12 4 3 ഉണ്ട്, 9 3 3. ഇനി നോക്കിയാൽ 12 ഈ 3 ക്യാൻസൽ ചെയ്താൽ അല്ലെ, 4 3. അപ്പോൾ ബാക്കി എന്ത് കിട്ടി നമുക്ക്? 4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് കിട്ടി അല്ലെ. അതായത് ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു 4 ക്യൂബ് അല്ലെ. 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 ക്യൂബ്. അപ്പൊ ആർ ക്യൂബ് 4 ക്യൂബ് ആണെങ്കിൽ ആർ എന്തായിരിക്കും? 4 അല്ലെ. അപ്പൊ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 4. അപ്പൊ 4 സെന്റിമീറ്റർ. അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 centimeter, the largest cone of height 16 centimeters is carved out. What fraction of the volume of the sphere is the volume of the cone? അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കിയേ. ഒരു ഗോളം അല്ലെ, ഒരു സ്ഫിയർ, ഒരു ഗോളം, അതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. അതിൽ നിന്ന് അത് കട്ടിയായ ഒരു ഗോളം, അതിൽ നിന്ന് 16 സെന്റിമീറ്റർ ഹൈറ്റ് അല്ലെ, 16 സെന്റിമീറ്റർ ഉയരമുള്ള പരമാവധി അല്ലെ, മാക്സിമം വലിപ്പത്തിലുള്ള ഒരു കോണ് കട്ട് ചെയ്തെടുത്തു.
അങ്ങനെയാണെങ്കിൽ ഈ കോണിന്റെ അതായത് ഈ വൃത്തസ്തൂപിയുടെ വ്യാപ്തം ഈ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയാൽ അപ്പൊ നമ്മൾ റഫായിട്ട് നോക്കിയാൽ ഒരു ഗോൾ ആദ്യം വരച്ചു. ഈ ഗോളത്തിന്റെ റേഡിയസ് നോക്കിയാൽ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ അല്ലേ, ഇതാണ് റേഡിയസ്. നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് റേഡിയസ്? 10 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ, റേഡിയസ് 10 സെന്റിമീറ്റർ. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്തു? അതിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ആണ് ഈ കട്ട് ചെയ്തെടുത്ത കോണിന്റെ നീളം? അതായത് കോണിന്റെ ഹൈറ്റ് എത്രയാണ്? 16 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ, ഇതാണ് നമ്മുടെ വൃത്തത്തിന്റെ അല്ലെ, അതായത് ഗോളത്തിന്റെ കേന്ദ്രം. അപ്പൊ ഇത് റേഡിയസ് 10 സെന്റിമീറ്റർ. അപ്പൊ അതിനേക്കാൾ നീളമുണ്ട് അല്ലെ ഈ കോണിന് അല്ലെ. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ അല്ലെ കോണിന് എത്രയാണ് ഹൈറ്റ്? 16 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 16 സെന്റിമീറ്റർ ആണ് കോണിന്റെ ഹൈറ്റ്. ഇത്രയും നീളത്തിലുള്ള ഇത്രയും അളവിലുള്ള ഒരു കോണാണ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തസ്തൂപിക നമ്മൾ കട്ട് ചെയ്തെടുത്ത വൃത്തസ്തൂപിയുടെ വോളിയം ഈ ഗോളത്തിന്റെ വോളിയത്തിന്റെ എത്ര ഭാഗമായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് വേണം? രണ്ടിന്റെയും വോളിയം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗോളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ഈ വൃത്തസ്തൂപികയുടെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് വോളിയം ഓഫ് സ്ഫിയർ. ഓക്കെ, ഈ ഗോളത്തിന്റെ വോളിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമുക്കറിയാം 4/3 പൈ ആർ ക്യൂബ് അല്ലെ, പൈ ആർ ക്യൂബ്. ഞാനിവിടെ ക്യാപിറ്റൽ ആർ എഴുതി, കാരണം ഈ വലിയ അല്ലെ ഈ ഗോളത്തിന്റെ റേഡിയസ് ആണ്. നമുക്ക് വേറെ റേഡിയസും കൂടി ഇവിടെ വരും, കോണിന്റെ റേഡിയസ് വേറെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഞാനിവിടെ ക്യാപിറ്റൽ ആർ എഴുതിയത്. 4/3 പൈ ആർ ക്യൂബ് അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4/3 പൈ ഇൻറ്റു ആർ. റേഡിയസ് നമുക്ക് കണ്ടിട്ടുണ്ട് എത്രയാണ്? 10 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 10 സെന്റിമീറ്റർ. അപ്പൊ 10 ഇൻറ്റു 10 ഇൻറ്റു 10. അപ്പൊ നമുക്ക് നോക്കിയാൽ നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. ശ്രദ്ധിക്കുക, റേഷ്യോ കാണണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? അപ്പൊ റേഷ്യോ കാണാൻ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇനി വേണമെങ്കിൽ നമുക്ക് ഗുണിച്ചിടാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഗുണിച്ചിട്ട് എത്ര കിട്ടും? 4 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 4000 അല്ലെ. അപ്പൊ നമുക്ക് ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് 4000 പൈ ബൈ 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഇനി നമുക്ക് എന്ത് കാണാം? വോളിയം ഓഫ് കോൺ കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം ഓഫ് കോൺ, വൃത്തസ്തൂപിയുടെ വോളിയം വ്യാപ്തം. വൃത്തസ്തൂപിയുടെ വ്യാപ്തം നമുക്കറിയില്ല, 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലെ, പൈ ആർ സ്ക്വയർ എച്ച്. ഇതാണ് വൃത്തസ്തൂപിയുടെ വ്യാപ്തം. ഇവിടെ നോക്കിയേ എച്ച് അറിയണം അല്ലെ. എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. എച്ച് എത്ര തന്നിട്ടുണ്ട്? എച്ച് ഈസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ എച്ച് നമുക്കറിയാം 16 സെന്റിമീറ്റർ. ഇനി നമുക്കറിയേണ്ടത് ഇതിന്റെ റേഡിയസ് അറിയണം അല്ലേ. ഇതിന്റെ റേഡിയസ് നമുക്കറിയണം, പക്ഷെ റേഡിയസ് നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മുടെ റേഡിയസ് അല്ലെ. നമുക്ക് വേണ്ട റേഡിയസ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ഗോളത്തിന്റെ കേന്ദ്രം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് റേഡിയസ് അറിയാം 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് അല്ലെ, ഇത് റേഡിയസ് തന്നെയാണ് അല്ലെ, ആണല്ലോ. അപ്പൊ ഇതും എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. ശരിയാണല്ലോ. ഇത് 10 ആണെങ്കിൽ ഇത് 10, ഇത് റേഡിയസ് തന്നെ അല്ലേ. ഇനി നമുക്ക് ഈ നീളം കിട്ടിയാൽ മതി. ഈ നീളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതറിയാം, ഇത് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ മുതൽ ഇവിടം വരെ നീളം നമുക്കറിയാം അത്ര 16. അതായത് ഇവിടെ മുതൽ ടോട്ടൽ നീളം 16 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ണം എത്ര ഉണ്ടായിരിക്കും? മൊത്തം 16, ഇവിടെ നിന്ന് ഇവിടം വരെ 10, ബാക്കി ഈ ചെറിയ കഷ്ണത്തിൽ ഉണ്ടായിരിക്കും 16 നിന്ന് 10 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇത് 6 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 6 കിട്ടി, ഇത് 10 കിട്ടി. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ റേഡിയസ് അല്ലെ, റേഡിയസ് R എന്ത് ചെയ്താൽ മതി? ഇതിന്റെ സ്ക്വയർ, ഇതാണ് കാരണം അല്ലെ, ഹൈപ്പോട്ടനസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ്. ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഇത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് R സ്ക്വയർ അല്ലെ. അപ്പൊ റൂട്ട് 10ന്റെ സ്ക്വയർ നമുക്കത് 100 മൈനസ് ആറിന്റെ സ്ക്വയർ 36 അല്ലെ. റൂട്ട് 64 ഈക്വൽ ടു 8. അപ്പൊ 8 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പൊ റേഡിയസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ വോളിയം ഓഫ് കോണിന്റെ വോളിയം 1/3 പൈ ഇൻറ്റു R സ്ക്വയർ. R സ്ക്വയർ എത്രയാണ്? 8 അല്ലേ. 8 സ്ക്വയർ, 8 ഇൻറ്റു 8 ഇൻറ്റു എച്ച് നമുക്കറിയാം 16 അല്ലേ, ഇൻറ്റു 16. 8 ഇൻറ്റു 8 64, 64 ഇൻറ്റു 16 എത്ര വരും?
1024 അല്ലേ? അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ എഴുതാം 1024 π/3 അല്ലേ? ഇങ്ങനെ ചെയ്തേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സമയത്ത് എന്താണ് ഇത് കട്ട് ചെയ്ത് കളയാൻ വളരെ എളുപ്പം എന്താണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. അതിലേ നല്ലത് നമുക്ക് ഇതുപോലെ കിടന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഈ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ എത്ര ഭാഗമാണ് ഈ സ്തൂപികയുടെ വ്യാപ്തം അല്ലെ? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് വോളിയം ഓഫ് കോണ് വോളിയം ഓഫ് സ്ഫിയറിന്റെ എത്ര ഭാഗമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം വോളിയം ഓഫ് കോൺ അല്ലെ? കോണിന്റെ വോളിയം ബൈ വോളിയം ഓഫ് സ്ഫിയർ. ഇവിടെ നോക്കിയാൽ സ്ഫിയറിന്റെ എത്ര ഭാഗമാണ് കോണിന്റെ വോളിയം അതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അതുകൊണ്ട് നമ്മൾ കോണിന് മുകളിൽ എഴുതി സ്ഫിയർ വോളിയം ഓഫ് സ്ഫിയർ അടിയിൽ എഴുതി. സീക്വൽ ടു എന്ത് വരും? നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഓഫ് കോൺ അല്ലെ? വോളിയം ഓഫ് കോൺ എത്ര നമുക്ക് കിട്ടിയത്? 1/3 π × 8 × 8 × 60. അപ്പോൾ നമുക്ക് 1/3 π × 8 × 8 × 60 അല്ലെ? അതല്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. മനസ്സിലായില്ല? അപ്പൊ ഇത് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനെ ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വോളിയം ഓഫ് സ്ഫിയർ അല്ലെ? വോളിയം ഓഫ് സ്ഫിയർ നമുക്ക് ഇത് കിട്ടി അല്ലെ? അല്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബൈ അതായത് ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 4/3 π × 10 × 10 × 10 അല്ലെ? അപ്പൊ ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുന്നു അല്ലെ? അതായത് വോളിയം ഓഫ് കോണിനെ ഇതുകൊണ്ട് ഹരിക്കുന്നു, വോളിയം ഓഫ് സ്ഫിയർ കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അതായത് 400 π/3 ഹരിക്കണം 1024 π/3 അങ്ങനെ ഇട്ടാലും മതി. ഞാൻ ഇങ്ങനെ ഇടാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും മതി. നിങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഹരിക്കാം അല്ലെ? അപ്പൊ നോക്കിയാൽ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് 1/3 അല്ലെ? 1/3 π × 8 × 8 × 8 × 16 അതെഴുതി. ഇനി നോക്കിയാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലെ? ഹരിക്കുന്നതിന് പകരം മറിച്ച റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഹരിക്കണം എന്നുള്ളത് എന്തായി മാറും? ഗുണിക്കണം. അപ്പൊ ഇൻറ്റു ഗുണിക്കണം എന്നാ മാറി. ഇനി അടിയിലുള്ളത് മുകളിൽ പോവും, മുകളിലുള്ളത് അടിയിൽ വരും ആണല്ലോ. അപ്പൊ 3 മാത്രം അടിയിലുള്ളത്, 3 നമ്മൾ മുകളിൽ എഴുതി 3 അല്ലെ? ബൈ ഇനി അടിയിൽ ഏതൊക്കെ വരും? 4π 4 × π × 10 × 10 × 10 3 എന്നുള്ളത് മാത്രം മുകളിൽ പോയി, ബാക്കിയുള്ളതൊക്കെ അടിയിൽ വന്നു. മറിച്ചിട്ട് ഗുണിക്കുക. ഹരിക്കുന്നതിന് പകരം ഗുണിച്ചു. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വിട്ടിക്കളയാൻ പറ്റും. നോക്കിയാൽ ഇവിടെ അടിയിൽ 3 ഉണ്ട്, മുകളിൽ 3 ഉണ്ട് അല്ലേ? 3 യും 3 യും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ ഒരു പൈ എടുക്കുന്നു, ഇവിടെ പൈ എടുക്കുന്നു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 4 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. ഇനി അടിയിൽ 10, ഇവിടെ 2 അല്ലേ? അപ്പൊ 10 2 ഉണ്ട്, 5 2 അല്ലേ? 5 2. അപ്പൊ ഈ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ 2 10 5 പ്രാവശ്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 8 ഉണ്ട് അല്ലേ? ഓക്കെ, ഈ 10 എത്ര 2 ഉണ്ട്? 5 2. 8 എത്ര 2 ഉണ്ട്? 4 2 അല്ലേ? 4. ഇനി നോക്കിയാൽ ഇവിടെ 10 അല്ലേ? 10 എത്ര 2 ഉണ്ട്? 5 2 ഉണ്ട് അല്ലേ? 16 എത്ര 2 ഉണ്ട്? 16 8 2. ഓക്കെ, ഇനി നോക്കിയപ്പോൾ മുകളിൽ 4ഉം 8ഉം മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കി അടിയിൽ 5 × 5 × 5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 8 4 8 32 32 ബൈ 5 × 5 25 25 × 5 125. അതായത് വോളിയം ഓഫ് കോൺ അല്ലെ? കോണിന്റെ വോളിയം സ്ഫിയറിന്റെ വോളിയത്തിന്റെ 32/125 ഭാഗമായിരിക്കും അല്ലെ? 125 ഭാഗമാക്കിയാൽ അതിൽ 32 ഭാഗമായിരിക്കും ഏതിന്റെ വോളിയം? ഈ കോണിന്റെ വോളിയം. നോക്കിയാൽ ഇങ്ങനെ ഇട്ടൊരുക്കുക അല്ലെ? ഇങ്ങനെ ഇട്ടൊരുക്കുക എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് എന്ത് വരും? അവസാനം എന്ത് വരും? 1024 π/3 അല്ലെ? ബൈ ഇത് അല്ലെ? ബൈ ഇതിന് വരെ ഇതിനെ മറിച്ചിടാം. അപ്പൊ എന്ത് വരും? 3 മുകളിൽ പോവും. ആ 3 മുകളിൽ വന്നു, ബൈ 4000 എന്ന് വരും. 4000 π. ഇവിടെ നോക്കി നമുക്ക് പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 3ഉം 3ഉം ക്യാൻസൽ ചെയ്ത് വരും. അപ്പൊ നമുക്ക് 1024/4000 കിട്ടും അല്ലെ? അപ്പൊ ഇത് ചെയ്തു വന്നാൽ എന്തെന്നെ കിട്ടും ഉത്തരം? ഇതേ ഉത്തരത്തിലേക്ക് തന്നെ നമ്മൾ എത്തും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വെട്ടിച്ചെറുതാൻ കുറച്ചും കൂടി ഈസി ഇങ്ങനെയാണ്, അതിന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് വെട്ടിച്ചെറുതാക്കി കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 32/125 കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എ സോളിഡ് സ്ഫിയർ ഈസ് കട്ട് ഇൻ ടു 2 ഹെമിസ്ഫിയേഴ്സ്. ഫ്രം വൺ എ സ്ക്വയർ പിരമിഡ് ആൻഡ് ഫ്രം ദി അതർ എ കോൺ. ഈച്ച് ഓഫ് മാക്സിമം പോസിബിൾ സൈസ് ആർ കാർവ്ഡ് ഔട്ട്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്? ഇതാണ് ചോദ്യം.
അതായത് ഒരു ഗോളം അല്ലെ, കട്ടിയായ ഒരു ഗോളം, ഒരു സ്ഫിയർ, അതിനെ കൃത്യമായ 2 പീസുകളാക്കി, 2 കഷ്ണങ്ങളാക്കി, അതായത് 2 അർദ്ധഗോളങ്ങളാക്കി അല്ലെ. ഇനി അതിൽ നിന്ന് ഒരെണ്ണം ആദ്യത്തേത് എടുത്തു, അതിൽ നിന്ന് എന്തുണ്ടാക്കി, ഒരു മാക്സിമം വലിപ്പമുള്ള ഒരു സമചതുര സ്തൂപിക അല്ലെ, സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. രണ്ടാമത്തെ കഷ്ണത്തിൽ നിന്ന് എന്തുണ്ടാക്കി, ഒരു വൃത്തസ്തൂപികയും ഉണ്ടാക്കി, ഒരു കോണും ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം, റേഷ്യോ എന്തായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ അർദ്ധഗോളത്തിൽ നിന്ന് ഒരു എന്തുണ്ടാക്കി, ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. ഇത് മുറിച്ചിട്ട് എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു കോണും ഉണ്ടാക്കി. മനസ്സിലായല്ലോ. അപ്പോൾ ഇവയുടെ റേഷ്യോ, ഇവയുടെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ക്വയർ പിരമിഡിന്റെ വോളിയം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്, സ്ക്വയർ പിരമിഡിന്റെ വോളിയം അല്ലെ, നമുക്കറിയാം 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു എച്ച് അല്ലെ, ഹൈറ്റ് ആണ്. 1/3 സ്ക്വയർ പിരമിഡ് ആണ്, അതുകൊണ്ട് എ സ്ക്വയർ അല്ലെ, ബേസിന്റെ ഏരിയ എ സ്ക്വയർ, അപ്പൊ എ സ്ക്വയർ എച്ച്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എ സ്ക്വയർ അറിയണം, എച്ച് അറിയണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് നോക്കിയാൽ എച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയാൽ ഇത് ഒരു അർദ്ധഗോളാണ് അല്ലെ, അർദ്ധഗോളാണെങ്കിൽ ഇതിന്റെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്കുള്ള ഏത് അല്ലെ സർഫസിലേക്ക് എവിടേക്കുള്ള നീളം ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് റേഡിയസ് ആണ്. നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടം വരെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും, റേഡിയസ് തന്നെ ആയിരിക്കും അല്ലെ, റേഡിയസ് തന്നെ ആയിരിക്കും അല്ലെ. അതായത് എച്ച് എന്ന് പറഞ്ഞതും റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു ആർ. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എച്ച് കിട്ടി അല്ലെ, എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ആയിരിക്കും അല്ലെ. അത് ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ നോക്കിയാൽ എ സ്ക്വയർ അല്ലെ, അതായത് ബേസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ ഇതിന്റെ ബേസ് എങ്ങനെയായിരിക്കും, ഇതാണ് സർക്കിൾ അല്ലെ, ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ അടിഭാഗം നോക്കിയാൽ ഈ സർക്കിൾ ആയിരിക്കും, അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ സ്ക്വയർ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എ എത്രയാണെന്ന് അറിയില്ല അല്ലെ. അപ്പൊ എനെ തൽക്കാലം നമ്മൾ മാറ്റിയെടുത്താൽ ഇനി നമുക്ക് എന്തറിയാം, ഇതിന്റെ റേഡിയസ് നോക്കിയാൽ ഇവിടെ മുതൽ ഇത് റേഡിയസ് ആണ് അല്ലെ, ഇത് റേഡിയസ് അല്ലെ. ഇവിടെ മുതൽ ഇതും റേഡിയസ് തന്നെ അല്ലെ അല്ലെ. അതായത് നമുക്ക് അറിയാൻ നോക്കിയാൽ ഈ നീളം എന്താണ്, ഇത് നമ്മുടെ സ്ക്വയറിന്റെ, ശ്രദ്ധിക്കുക, ഈ സ്ക്വയറിന്റെ ഡയഗണലാണ് ഇത് അല്ലെ. മനസ്സിലായല്ലോ, സ്ക്വയറിന്റെ ഡയഗണലാണ് ഇത്. അപ്പൊ ഡയഗണൽ കിട്ടി നമുക്ക്, സ്ക്വയറിന്റെ ഡയഗണൽ അതായത് വികരണം 6+6 അല്ലെ, 6+6 ഈക്വൽ ടു 2r. അപ്പൊ ഡയഗണലിന്റെ നീളം നമുക്ക് കിട്ടി 2r. അപ്പൊ ഡയഗണൽ അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാലോ, ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ എ സ്ക്വയർ, എ അറിയാണെങ്കിൽ നമുക്ക് എ സ്ക്വയർ എന്ന് കിട്ടും, എ സ്ക്വയർ മതി. ഡയഗണലിന്റെ നീളം അറിയാണെങ്കിൽ എന്തായിരിക്കും എന്റെ ഇക്വേഷൻ, ഏരിയ ഓഫ് സ്ക്വയർ. ഡയഗണൽ അറിയാണെങ്കിൽ ഹാഫ് ഡി സ്ക്വയർ അല്ലെ, ഹാഫ് ഡി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ അല്ലെ, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ സ്ക്വയർ, അതല്ലെങ്കിൽ എന്ത് വരും, ഹാഫ് ഡി അറിയാണെങ്കിൽ ഹാഫ് ഡി സ്ക്വയർ അല്ലെ. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഡി അറിയാം, നീളം 6 ആണെന്നറിയാം, 6+6 2r അല്ലെ. അപ്പൊ നമുക്ക് ഡയഗണലിന്റെ നീളം അറിയാം, അതുകൊണ്ട് ഏരിയ ഓഫ് സ്ക്വയർ എന്ത് വരും, ഹാഫ് ഡി സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്കിവിടെ ഡി എത്രയാണെന്നറിയാം, 2r ആണെന്നറിയാം അല്ലെ. അതായത് ഏരിയ ഓഫ് സ്ക്വയർ എന്ത് വരും, ഹാഫ് ഇൻറ്റു ഡിക്ക് പകരം 2r എന്ന് കൊടുക്കാം അല്ലെ, 2r ഹോൾ സ്ക്വയർ. അതായത് ഇതെന്താണ്, ഇത് നമ്മുടെ ബേസ് ഏരിയ അല്ലെ, ബേസ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിന്റെ ഏരിയ അല്ലെ. ആ ബേസ് ഏരിയ നമുക്ക് കിട്ടി ഹാഫ് ഇൻറ്റു 2r ഹോൾ സ്ക്വയർ കിട്ടി അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ വോളിയം ഓഫ് സ്ക്വയർ എന്ത് വരും, 1/3 ഇൻറ്റു എ സ്ക്വയർ അല്ലെ. എ സ്ക്വയറിന്റെ ബേസിന്റെ ഏരിയ ആണ് അല്ലെ. ബേസിന്റെ ഏരിയ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 1/2 ഇൻറ്റു 2r ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലെ. എച്ച് നമ്മൾ എത്രയാണ് പറഞ്ഞത്, 6 എന്ന് പറഞ്ഞു അല്ലെ. എച്ച് ഈസ് ഈക്വൽ ടു 6. അപ്പൊ അതുകൊണ്ട് നമുക്ക് 6 എന്ന് കൊടുത്തു. ഇവിടെ എന്ത് കിട്ടി നോക്കിയാൽ 1/3 അല്ലെ, 1/3 ഇൻറ്റു 1/2 ഇൻറ്റു 2r സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4r സ്ക്വയർ ഇൻറ്റു r. ഇത് എച്ച് അല്ലെ, എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 6. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 അല്ലെ, 2 പ്രാവശ്യം. നമുക്ക് എന്ത് കിട്ടും, 1/3 അല്ലെ, 1/3 ഇൻറ്റു 2r സ്ക്വയർ ഇൻറ്റു r എത്ര വരും, 6 ക്യൂബ്. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 1/3 ഇൻറ്റു r ക്യൂബ് എന്ന് പറഞ്ഞാൽ 2/3 എന്ന് എഴുതാം അല്ലെ, 2/3 r ക്യൂബ്. ഇനി നമുക്ക് അടുത്തത് വോളിയം ഓഫ് കോൺ കണ്ടുപിടിക്കാം. അപ്പോൾ വോളിയം ഓഫ് കോൺ
ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ 1/3 പൈ ആർ സ്ക്വയർ എച്ച് അതായത് 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ ആർ സ്ക്വയർ റേഡിയസ് 6 ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് 6 തന്നെയാണ് അല്ലേ ഇൻറ്റു ആർ അതായത് 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യൂബ് അല്ലേ അപ്പോൾ 1/3 പൈ ആർ ക്യൂബ് ഇനി നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം അല്ലേ അപ്പോൾ രണ്ടിൻ്റെയും വോളിയം നമുക്ക് കിട്ടിയാലോ അപ്പോൾ നോക്കിയാൽ റേഷ്യോ ഓഫ് വോളിയം റേഷ്യോ എന്ത് വരും 2/3 അല്ലേ 2/3 ആർ ക്യൂബ് ഇതിൻ്റെ വോളിയം ഈസ് ടു ഇതിൻ്റെ വോളിയം എന്ത് വരും 1/3 പൈ ആർ ക്യൂബ് അല്ലേ നമുക്ക് റേഷ്യോ ആണ് നമുക്ക് കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയാലോ അല്ലേ ഇവിടെ നോക്കിയാൽ ഇവിടെ ആർ ക്യൂബ് ഉണ്ട് ഇവിടെയും ആർ ക്യൂബ് ഉണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇവിടെ നോക്കിയാൽ /3 അല്ലേ ഇവിടെയും /3 രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു 1/3 ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി ഏതാ ഉള്ളൂ നോക്കിയാൽ ഇവിടെ 2 ഉണ്ട് ഈസ് ടു ഇവിടെ പൈ അല്ലേ 2 ഈസ് ടു പൈ അതായത് 2:3.14 അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററും അവസാനിച്ചു അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം